സർ, കേരളത്തിൽ കുറ്റവാളികളുടെ എണ്ണം അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഓരോ ദിവസം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ഹീറോസ് ആയിട്ട് ഓരോരുത്തർ അവതരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അർജുനായി വിഷയത്തിലാണെങ്കിൽ പോലും പോലീസിനെ സൈബർ മീഡിയ വഴി വെല്ലുവിളിക്കുന്നു. ഭയങ്കര വീരപരിവേഷത്തിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ മോഹൻലാൽ ഡയലോഗുകളൊക്കെ പറഞ്ഞ് ചവിട്ടിയടച്ച് കയറിപ്പോകുന്നു. അത്തരത്തിൽ ഭയങ്കര ഒരു ഹീറോയിസമായി മാറുന്നുണ്ട്. അതിന് ഒരു ചെറിയ മറുപടി പി വിജയൻ മറുപടി, ഇത് താനടാ പോലീസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതെ, ഇത് താണ്ടാ പോലീസ്, അത് ഓക്കെ. പക്ഷെ കൂടുതലും ആഘോഷിക്കപ്പെടുന്നത് ക്രിമിനലുകളാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര ദിവസമായി നമ്മളിപ്പോൾ അർജുനായെങ്കിൽ അവിടെ ഇരുന്ന് വെല്ലുവിളിക്കുന്നു, ഇവിടെ ഇരുന്ന് വെല്ലുവിളിക്കുന്നു, അർജുനായെങ്കിൽ ഇവിടെ ഉണ്ടോ, പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം മെയിൻ സ്ട്രീം വാർത്ത. ഇതാണോ നമ്മൾ ശരിക്കും മാധ്യമങ്ങൾ വാർത്തയാക്കേണ്ടത്? അല്ലെങ്കിൽ അർജുനായെങ്കിൽ പോലെയുള്ള ക്രിമിനലുകളെ ഇങ്ങനെ ഹീറോകളായിട്ട് വാഴ്ത്തുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്രിമിനൽസ് ഇങ്ങനെ പെരുകാനുള്ളൊരു കാരണം എന്താണ് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ? അല്ല, ക്രിമിനൽ പ്രവർത്തികളെ ആസ്വദിക്കുന്ന ഒരു സമൂഹമായിട്ട് മലയാളികളെ മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പല കാര്യങ്ങളിൽ, പല തരത്തിൽ, പല രീതിയിൽ. ഒന്ന്, എപ്പം സമൂഹത്തിൽ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം മാറി, സൗഹൃദ സംഭാഷണങ്ങൾക്ക് പകരം വെല്ലുവിളിയുടെ സംസാരം ഏത് രംഗത്താണേലും, കലയിലായാലും സ്പോർട്സിലായാലും രാഷ്ട്രീയത്തിലായാലും മതത്തിൻ്റെ കാര്യത്തിലായാലും വെല്ലുവിളികൾ തുടങ്ങുമ്പോൾ ഒരു വിഭാഗം പ്രകോപിതരാകും. അവരുടെ റിയാക്ഷൻ പലതരത്തിൽ വരും. അതുകൂടാതെ തന്നെ ഒറ്റയ്ക്ക് ഇൻസൾട്ട് അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു ഗ്യാങ്, ക്രിമിനൽ വാസനയുള്ള ഗ്യാങ്ങുകൾ ഒരുമിച്ച് ചേരും. അവരുടെ കാര്യം നോക്കും. ആദ്യം തുടങ്ങുന്നത് ചെറിയ അടിപിടി കേസിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും. ചിലപ്പോൾ തുച്ഛമായ പ്രതിഫലത്തിന് വേണ്ടിയായിരിക്കും പോകുന്നത്. പിന്നെ അതേപോലെയുള്ള നേച്ചറിലുള്ള ആൾക്കാരെ കൂട്ടുകൂടുമ്പോൾ ഗ്യാങ്ങായിട്ട് മാറുക. ഗ്യാങ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തും ചെയ്യാം. പോലീസിന് വരെ അവരെ പേടിയാം. അപ്പോൾ ഞാനൊരു തിരിച്ചൊരു ചോദ്യം ചോദിച്ച ഉത്തരം പറയാം. താങ്കൾക്കൊരു ജെനുവിൻ കംപ്ലയിൻ്റ് ഉണ്ട്, നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയോ എന്തെങ്കിലും ആകട്ടെ. ആ കംപ്ലയിൻറ്റ് തന്നെ ഒറ്റിക്കൊടുക്കുകയില്ല, താങ്കളെ ഒറ്റിക്കൊടുക്കുകയില്ല എന്നും പറഞ്ഞ് ഏത് അതോറിറ്റിയുടെ മുമ്പിൽ പോകാൻ പറ്റും? താങ്കളെ ഒറ്റിക്കൊടുക്കൽ തന്നെ മറ്റവനോട് പറഞ്ഞു കൊടുക്കരുത്, ഇന്നുള്ള പരാതി എന്നു പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞ ഏത് അതോറിറ്റിയുടെ മുമ്പിൽ കേരളത്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും? ഒറ്റിക്കൊടുക്കരുത് അല്ലെങ്കിൽ വാദിയെ മറച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അതോറിറ്റിയും എനിക്ക് വിശ്വാസമില്ല. ഒരു അതോറിറ്റിയും സംബന്ധിച്ചല്ലോ. നമ്മൾ ആരെയാണോ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന അവനെ വിളിച്ചായിരിക്കും ആദ്യം പറയുന്നുണ്ട് ഇങ്ങനെ തന്നെ പറ്റി ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു തീർത്തേക്കണം. മര്യാദയായിരിക്കും പറയുന്നത്, അതെങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യാൻ നോക്ക്, ഞങ്ങൾക്ക് പണി ഉണ്ടാക്കരുതെന്ന് പറയുന്ന മൊഴികൾ പോലും മാറ്റിമറിക്കുന്ന പോലീസ് നന്നായിട്ട് അറിയാവുന്ന. അത് നമുക്ക് പല അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് ക്രിമിനൽ മൈൻഡുള്ളവർക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ്. ഒരു പാർട്ടി അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് തോന്നുന്നു CPM-കാരെ സഹായിക്കുന്നു, ഇപ്പം BJP-ക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഇതേ പണി തന്നെ ചെയ്തു. നമ്മൾ എങ്ങനെ ഇവരെ വിശ്വസിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ തൃശ്ശൂർ ഗുരുവായൂർ തൊഴാൻ ചെന്ന VD സതീശൻ മുഖ്യമന്ത്രി ചെല്ലുന്ന കാര്യങ്ങൾ പോലും ചോർത്തി കൊടുത്ത ADGP അജിത് കുമാറിന് ചോർത്തി കൊടുത്ത കൂട്ടത്തിലുള്ളവരാ. മുഖ്യമന്ത്രിക്ക് പ്രൈവസിയാണ് നമുക്ക് കിട്ടുന്നത്. അവിടെയുള്ള ഉദ്യോഗസ്ഥനാണ് ചോർത്തി കൊടുത്തത്. ഇന്ന സമയത്ത് അദ്ദേഹം വരും, അവിടെ ഇതുപോലെ തൊഴാൻ വരണം. തൃശ്ശൂർ പൂരം കേസ് അട്ടിമറി കാര്യങ്ങളൊക്കെ നടക്കണം. പിന്നെ നമ്മുടെ കയ്യാങ്കളി കേസൊക്കെ നിൽക്കുകയാണല്ലോ, രക്ഷാപ്രവർത്തനം. അതിൽ നിന്ന് ഒരുമിച്ച് തൊഴുന്ന ഫോട്ടോസ് ഒക്കെ ഫോട്ടോസ് വന്നതിന് ശേഷം മുഖ്യമന്ത്രി അന്വേഷിച്ചപ്പോഴാണ് ഇന്നയാളാണ് ഇത്തരത്തിൽ ചോർത്തി കൊടുത്തേന്ന് അറിഞ്ഞത്. പ്ലാൻഡ് ആയിരുന്നു. അപ്പൊ മുഖ്യമന്ത്രിക്ക് പോലും പ്രൈവസി കാത്തു സൂക്ഷിക്കാൻ പറ്റാത്ത ഇവിടെ നമ്മൾ എന്തും പറഞ്ഞിട്ട് ചെല്ലാം. അവിടെയാണ് നിയമ സംവിധാനത്തിന്റെ വില എന്ന് പറയുന്നത്. ചോർത്തിക്കൊടുക്കോ ഇല്ലയോ എന്നുള്ളതല്ല, അത് നാളെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ, അല്ലെ അതിന് പരാതിപ്പെട്ടവനുണ്ടാകുന്ന, പരാതിക്കാരനുണ്ടാകുന്ന, അഗ്രീഡ് പാർട്ടിക്ക് ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ നിയമ സംവിധാനത്തിന് അതും കൂടെ കഴിയണം. അതെ, ഇപ്പൊ ഉറപ്പായിട്ടും ഇപ്പൊ ED ആക്രമിച്ച കേസിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാത്തൊരു കാര്യം ഗോവിന്ദ മാഷൊക്കെ അറിഞ്ഞിരുന്നു, ED വരും എന്നുള്ളത്. അപ്പൊ അത്തരത്തിലൊക്കെ ചോർത്തിക്കൊടുക്കലുകൾ ഇതിനകം ഈ സേനയ്ക്കകത്ത് ഉണ്ട് എന്നുള്ള ബോധ്യം ജനങ്ങൾക്കുള്ളപ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഈ പറഞ്ഞതുപോലെ ചെന്നിട്ട് ഇപ്പം ഈ ക്രിമിനൽ മൈൻഡിലേക്ക് മാറുമ്പോൾ, പണ്ടൊക്കെ ദേഷ്യം വന്നു, ഒരു കള്ളുഷാപ്പ് വെച്ചൊരു തർക്കം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരെ പോസ്റ്റർ എഴുന്നേറ്റ് തർക്കം ഉണ്ടായി, പള്ളിയിലെ യാക്കോബയാണോ ഓർത്തഡോക്സ് ആണോ ആരെങ്കിലും ദഹിപ്പിക്കുന്ന കാര്യത്തിൽ തർക്കം ഒക്കെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ആരെങ്കിലും പ്രൊവോക്കഡായിട്ട് കുത്തുവോ ഇടിക്കുകയോ ഒക്കെ ചെയ്തു വരും. ഇതങ്ങനെയല്ല. ഇത് അവനെ പിടിക്കണം, അവനെ കൊല്ലണം, അല്ലെങ്കിൽ അവളെ കൊല്ലണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് ആരെങ്കിലും കയ്യിൽ നിന്ന് 2-3 ലക്ഷം രൂപ മേടിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ടാണ് ഇവർ പോകുന്നത്. അതിൻ്റെ അർത്ഥം ഇവർക്ക് ഇത് കൊല്ലുക എന്നുള്ളതല്ലാതെ വേറൊരു ഉദ്ദേശം ഇവരുടെ മനസ്സിലില്ല. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ ഇവരുടെ മനസ്സിലേക്ക് കയറുന്നില്ല. അത് നമ്മുടെ സാമൂഹിക പശ്ചാത്തലങ്ങളിൽ വന്ന മാറ്റം നമ്മുടെ എല്ലാം വ്യക്തിത്വത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ പണ്ട് റിബലാകുക എന്ന് പറഞ്ഞാൽ ഐഡിയോളജിയിലെ റിബലായിരുന്നു. ഇന്ന് കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ റിബലാണ്. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ കാര്യം ചെയ്യുക, 52 കുത്തി എന്നാണ് പറയുന്നത്. ഈ 52 കുത്ത് വേണോ അദ്ദേഹത്തെ കൊല്ലാൻ? ഒരിക്കലും വേണ്ട. അപ്പോൾ 52 കഴിഞ്ഞ് അദ്ദേഹം ചാകാനുള്ള ഒരു ആവശ്യം കൂടുതൽ കുത്തുന്നവൻ്റെ മനസ്സെന്നായിരിക്കും?
ക്രൂരമായിരിക്കും, പൈശാചികമായിരിക്കും. ആ പൈശാചികത്തുള്ള ഒരു മനസ്സിൻ്റെ ഉടമകളായി നമ്മൾ മാറുക. അപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടത് അതെങ്ങനെ അങ്ങോട്ട് മാറുന്നു, എന്തുകൊണ്ട് അങ്ങനെ മാറുന്നു. അത് വളരെ കാതലായ പ്രശ്നമാണ്. ഒന്ന്, ബോണ്ട് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്. നമുക്ക് ഇഷ്ടപ്പെടാനോ സ്നേഹിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അവരുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഭാഗങ്ങളിലുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഒരാളെ കുത്താനോ വെട്ടാനോ പോയി കഴിഞ്ഞാൽ, അറിയാവുന്ന കേസുകളുണ്ട്. പോയി കഴിഞ്ഞാൽ എൻ്റെ മകളോ എൻ്റെ അമ്മയോ എൻ്റെ പെങ്ങളോ വിളിച്ചു കഴിഞ്ഞാൽ എടാ അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിച്ച് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ആ വാക്കത്തെയോ കടാരി ഞാൻ പുറകോട്ട് വിളിക്കും. അതെന്തുകൊണ്ടത്? മറ്റവനെ കുത്താൻ റെഡിയായിട്ട് ഞാൻ പോവുകയാണ്. സിനിമയിലെ പോലെ അച്ഛനാടാ പറയുന്നത് കത്തി താഴെ അച്ഛനാണ്. അപ്പം ആ ഒരു ബോണ്ട് ഇപ്പോൾ ഉണ്ടോ? ആ ബോണ്ട് നഷ്ടപ്പെട്ടു. അച്ഛൻ തന്നെ കൊട്ടേഷനായിട്ട് പോയി കഴിഞ്ഞാലോ മകൻ എന്ത് നോക്കാൻ? അല്ല, അച്ഛൻ തന്നെ കൊട്ടേഷനായിട്ട് പോയി കഴിഞ്ഞാൽ മകൻ എന്ത് ചെയ്യും? വായങ്കയുടെ മകൻ എന്ത് ചെയ്യും? മരുമക്കൾ എന്ത് ചെയ്യും? അനിയൻ കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ കാണിച്ചു തന്ന പാതയിൽ കൂടെ അല്ല, അനിയൻ കൂടെ ഉണ്ടായിരുന്നു. കുടുംബം അടച്ച ആ രീതിയിലേക്ക് അങ്ങ് വളർത്തിയെടുക്കുക. കാരണം പണ്ടത്തെ കാലത്തിന് വ്യത്യാസം, ഇന്ന് ഭീമമായ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നുണ്ട്, ഭീമമായ ലാഭം. ഇവരുടെ എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഏതാ നല്ലത്? പാറ കയറ്റാൻ പോയിട്ട്, കല്ല് കയറ്റാൻ പോയി 1000 രൂപ കിട്ടുന്നതാണോ നല്ലത്? ഒരുത്തിൻ്റെ 2 കുത്തു കുത്തിയിട്ട് 10 ലക്ഷം രൂപ കിട്ടുന്നതാണോ ലാഭം? സെക്കൻഡ് ചോയ്സ് ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത്. ഇതിന് കൊടുക്കാൻ പറ്റുന്ന പൈസ ഉണ്ടാകുന്നുണ്ട്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ അവരുടെ കയ്യിലുണ്ട്, രാഷ്ട്രീയക്കാരെ അവരുടെ കയ്യിൽ പൈസയുണ്ട്, പിന്നെ ഏത് മയക്കുമരുന്ന് കച്ചവടക്കാർ അവരുടെയൊക്കെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ സംരക്ഷണത്തിന് കാശ് കൊടുത്ത് ആളെ വയ്ക്കാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് പോസ്റ്റർ കിട്ടാനോ അല്ലെങ്കിൽ മറ്റവനോട് അടി കൊടുക്കാനോ പ്രവർത്തകരെ വേണ്ട. ഇത്തരം ടീമിനെ ബന്ധപ്പെട്ടാൽ മതി. അയെങ്കിലൊക്കെ ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നാളെ ഒരു കോൺഗ്രസ്, ഇപ്പോൾ കെ സുധാകരനാണ് CPM-ൻ്റെ അവിടുത്തെ കണ്ണൂർ ജില്ലയെ ഡിക്ലെയർഡ് ശത്രു. നാളെ കെ സുധാകരൻ കൊണ്ട് ആയങ്കയുടെ കയ്യിലേക്ക് ഒരു 10 ലക്ഷം രൂപ മോശമല്ലാത്തൊരു തുക കൊടുത്തിട്ട് P ജയരാജനെ കുത്തണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആയെങ്കിൽ ആരും അതേ പോയി കുത്തിയിട്ടുള്ളൂ. കാരണം എല്ലാ ബന്ധങ്ങളെക്കാൾ കൂടുതൽ മോണിറ്ററി ബെനിഫിറ്റിലേക്ക് ഇവരെത്തി. ഇപ്പോൾ സമൂഹത്തിലെ ബന്ധങ്ങൾക്കപ്പുറത്തേക്ക് നമ്മൾ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റും കാര്യങ്ങളുണ്ടല്ലോ, അതുപോലും ഇല്ലാണ്ടായി ഇപ്പോഴത്തെ ഒരു. നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ചോദിക്കും അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ എത്ര നേരം നിങ്ങൾക്ക് ഒരുമിച്ച് ചെലവഴിക്കാൻ പറ്റും. ഇതൊക്കെ സ്കൂളുകളിൽ പഠിക്കുകയും ചോദിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. എത്ര നേരം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ സഹോദരങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്, സന്തോഷത്തോടെ ചിരിച്ച് കളിച്ചിരിക്കാൻ പറ്റണം, അല്ലാണ്ട് വെറുതെ വഴക്കുണ്ടാക്കാനിരിക്കുകയല്ല. അങ്ങനെ പറ്റുന്ന എത്ര വീടുകളുണ്ട്? അവർക്ക് എത്ര സമയം കിട്ടും അങ്ങനെ ഇരിക്കാൻ? ആ സമയം കുറഞ്ഞു വരും. ടൈം വലിയ ഫാക്ടറാണ്. സമയം കുറഞ്ഞു വരും. ആ സമയത്തിന് ഭയങ്കര വിലയുണ്ട്. ഇവരോടൊപ്പം ചിലവഴിക്കുന്നതുകൊണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ പിള്ളേർക്ക് പറ്റിയിരുന്ന കുഴപ്പം, ഏത് തെറ്റ് ചെയ്താലും ഒരുത്തനെ കൊന്നിട്ട് തന്നെ എന്നാൽ പോലും ആ തെറ്റ് സ്വന്തം ഏറ്റു പറയാൻ പറ്റുന്ന ഒരാൾ ആ വീട്ടിലുണ്ടായിരിക്കണം. അച്ഛനോ അമ്മയോ ആരെങ്കിലും. ഞാൻ ഇന്ന് തെറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്, നീ ചെയ്തോടാന്ന് ചോദിക്കുമ്പോഴെങ്കിലും ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന. കാരണം എന്നെ ശിക്ഷിക്കണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 10 അടി തരുന്നതാണെങ്കിലോ? ഞാൻ കുറച്ച് നമ്മുടെ തിലകൻ്റെ കാര്യം പറഞ്ഞല്ലേ, നമ്മളൊരു തെറ്റ് ഏറ്റു പറഞ്ഞാൽ 10 അടിയാ കൂടുതൽ കിട്ടുന്നെങ്കിൽ പറയുമോ? ഒരിക്കലുമില്ല. കൂടെ നിൽക്കും ഉറപ്പുണ്ടെങ്കിൽ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ളവരുള്ളപ്പം ക്രിമിനാലിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്രിമിനാലിറ്റിക്ക് വേണ്ടി കൂടെ നിൽക്കുമെന്നല്ല പറഞ്ഞ്, തല്ലാൻ കൊട്ടേഷനായിട്ട് പോകാൻ കൂടെ നിൽക്കുമെന്നല്ല പറഞ്ഞ്, സ്നേഹത്തോടെ കൂടെ നിന്ന് മര്യാദയുടെ ലൈനിൽ കൊണ്ടുനടക്കാൻ പറ്റും. അങ്ങനെയുള്ള മോഡലുകൾ നമ്മുടെ മനസ്സിലില്ല. ഇവിടെ ആരാ മോഡൽ? കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അധ്യാപകർ പിള്ളേരെ കൊണ്ട് സമരം ചെയ്യിക്കാനുള്ള മാർഗം നോക്കുമായിരുന്നു. എങ്ങനെ UGC മേടിക്കാം, എങ്ങനെ PhD കള്ളത്തരത്തിലെടുക്കാം. ഇത് കണ്ടോണ്ടാണ് പിള്ളേർ വളരുന്നത്. ഇപ്പോൾ PhD എടുത്ത ഡോക്ടർമാർ ഒത്തിരി പേരുണ്ട്. എങ്ങനെ എടുത്തെന്നുള്ള നമുക്ക് കുറേയൊക്കെ അറിയാം, പലരുടെ കാര്യം അറിയാം. പക്ഷേ ആ ഒരു വ്യവസ്ഥയിൽ വളർന്നു വരുന്ന ഒരു തലമുറയാണ് പണ്ടത്തെ പോലെ വെറും കള്ളഷാപ്പിൽ നിന്ന് ഇറങ്ങിയ ഒരു ലുങ്ക് കൊടുത്ത് ഒരു തോർത്തും തലയെ കെട്ടിക്കൊണ്ട് വരുന്ന റൗഡിയല്ല ഇപ്പോൾ. അത്യാവശ്യം ഇവിടെ ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. തോക്കും കത്തിയും വരെ ആയിട്ടുണ്ട്. നാളെ മെഷീൻ ഗണ്ണാവും. ഇതിൻ്റെ വളർച്ച അങ്ങോട്ടാണ്. മയക്കുമരുന്നിൻ്റെ ഒരു ജീവിത നിലവാരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കുന്നതിന് അപ്പുറം ഒരു ആഡംബര ജീവിതമാണ് നയിക്കുന്നത്. ഇവിടുന്ന് ഏറ്റവും ആദ്യകാലത്ത് വന്നിരുന്ന തമിഴ്നാട്ടിൽ നിന്നായിരുന്നു ഈ മൈഗ്രൻ്റ് തൊഴിലാളികൾ വന്നിരുന്നത്. അപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്തായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ച്, ഇവർ ഇത്രയും വീതിയുള്ള P&Dയുടെ കേബിളിന് കുഴി കുത്തും, ഇത്രയും വീതിയുള്ളൂ, അതിൻ്റെ അകത്തിറങ്ങുന്ന പൊരിഞ്ഞ വെയിലത്തിന്മാർ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നോട് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ, ഇപ്പോൾ ഇവന്മാർ മടുത്ത് ജോലി ചെയ്യാണ്. ഇവൻ അന്ന് കിട്ടുന്ന 350 രൂപ ദിവസം കിട്ടുന്നത്. അപ്പോൾ ഇവന് 350 പകരം ഒരു 3500 രൂപ കൊടുത്ത് അവനൊരു മോട്ടോർ സൈക്കിൾ മേടിച്ച് കൊടുത്തിട്ട് ഒരു 10 ദിവസം അവൻ നമ്മുടെ കൂടെ നിർത്താമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന എന്തും ചെയ്യും. നമ്മൾ പറയുന്ന എന്തും അവൻ അതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുക. അവിടെ അവനെ വിലക്കെടുക്കുകയാണ് ഇന്ന്.
അവൻ്റെ ദൗർബല്യത്തെ നമ്മൾ വേറൊരു തരത്തിൽ ചൂഷണം ചെയ്യുന്നത്. അവന് ബന്ധം ഉണ്ട്, അവൻ നാട്ടിൽ, അവന് ബന്ധമൊന്നും എല്ലാം മറന്നിട്ട് അവൻ ഇവിടെ വന്ന് താമസിക്കുന്നത്. 6 മാസം 7 മാസം കൂടുമ്പോൾ അവൻ നാട്ടിൽ നിന്ന് പിള്ളേരൊന്നും കാണാൻ പറ്റും. അപ്പോൾ അവന് ബന്ധമില്ല. അവൻ്റെ മനസ്സൊക്കെ വളരെ പരുക്കനായി. ഈ മണ്ണിനോട് വെയിലത്ത് വെട്ടി ആ പരുക്കൻ സ്വഭാവം അവനെ പ്രകടിപ്പിച്ച് കൂടുതൽ ലാഭം കിട്ടുമെങ്കിൽ, അവനൊരു താമസം AC റൂമിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ, അങ്ങനത്തെ ഒരു സാഹചര്യം മറുവശം ഉണ്ടായി വരുന്നുണ്ട്. ഈ കോളേജ് പിള്ളേരെല്ലാം പോകുന്ന എന്തിനാണ്? മോട്ടോർ സൈക്കിളില്ലാത്ത കോളേജ് പിള്ളേരുണ്ടോ? കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത വീട്ടിലെ പിള്ളേർക്കൊരു മോട്ടോർ സൈക്കിളാണ് എങ്ങനെ കിട്ടുന്നത്? ആരെങ്കിലും അന്വേഷിക്കണ്ടേ? അത് ചെയ്യില്ല. എന്ന് മാത്രമല്ല, ആവശ്യം പറഞ്ഞു. പിന്നെ അതിൻ്റെ സോഷ്യൽ സൈക്കോളജി വേറൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക്, അതായത് കൊച്ചു കുട്ടികൾ 6 അല്ലെ 5 3 4 പഠിക്കുന്ന കൊച്ചു കുട്ടികൾ ഉച്ചക്കഞ്ഞി എന്നുള്ള പരിപാടിയുണ്ട് നമ്മുടെ പോലെ. ആ ഉച്ചക്കഞ്ഞി കുടിക്കാൻ 10 50 അല്ലെ 10 100 കുട്ടികൾ, 50 പേരെക്കുള്ളിൽ കാണിയല്ല മിക്കവാറും. ബാക്കിയുള്ളവരെല്ലാം വീട്ടിൽ നിന്ന് വന്ന് പോഷായിട്ട് യൂണിഫോം ഇട്ട് ഷൂസ് ഇട്ട് നടക്കുകയാണ്. ഇത് കാണുന്ന ആ കൊച്ചു കുട്ടികളുടെ മനസ്സിൽ എന്ത് വികാരം ഉണ്ടായിരിക്കും പറയാമോ? ആദ്യം കരഞ്ഞുകൊണ്ടായിരിക്കും അവർ ഉച്ചക്കഞ്ഞി കുടിക്കുന്നത്. അവിടെ ചെയ്യാൻ പറ്റുന്നപ്പോൾ ഒരു സജഷൻ, ഓൾട്ടർനേറ്റീവ് സജഷൻ ഉണ്ട്. നമ്മൾ പറയണം എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഉച്ചക്കഞ്ഞി കൊടുക്കണം. ആ സ്കൂളിലെ പ്രിൻസിപ്പൾ തൊട്ട് താഴെ അറ്റൻഡർ വരെ എല്ലാവരും ഒരുമിച്ച് ഒരേ ഭക്ഷണം കഴിക്കുന്നൊരു വ്യവസ്ഥയും കൊണ്ടാക്കിയാൽ ഈ പ്രശ്നങ്ങൾ തീർന്നു. ആരും ഞാൻ ബീഫും അല്ലെ മട്ടണും അല്ലെ ചിക്കനും ഹലാൽ ചിക്കനും ഒന്നും കൊണ്ടുവന്നൊന്നും പറഞ്ഞാൽ ആരും വരണ്ട. ഉള്ളതെല്ലാം കൂടെ പൂൾ ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലും വെച്ചു മൊത്തം എല്ലാവർക്കും കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീരും. അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഇച്ഛാശക്തി വേണം. അതിന് മതം ഇടപെടണം. ഇങ്ങനെ ഇടപെടാതിരിക്കുന്നിടത്തോളം കാലം ഈ ക്രിമിനാലിറ്റിയിൽ വളർന്നു വരുന്ന കുട്ടികളെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ സമൂഹത്തോട് റിബൽ ചെയ്യാൻ തയ്യാറാണ്. ഒരാളെ കൊന്നവനേക്കാൾ മിച്ചം നമ്മൾ 2 പേരെ കൊന്നവനെ നമ്മൾ ബഹുമാനിക്കുന്നത്. നിനക്ക് ഒരാളെയല്ലേ കൊല്ലാൻ പറ്റുള്ളൂ, മറ്റവൻ ഒരു കുത്തല്ലേ കുത്തുള്ളൂ. ചന്ദ്രശേഖരൻ ഞങ്ങൾ 52 കുത്തുകുത്തി അവനെ മാലയിട്ട് എത്ര വൈകൃതങ്ങളിലൂടെ ഒരാളെ ഉപദ്രവിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹീറോയിസം. അതിനൊരു വലിയ ഘടകമായിട്ടുള്ളത് ഈ മലയാള സിനിമയിലെ ചില ഭയങ്കരമായിട്ടുണ്ട്. അത് മലയാള സിനിമയിലെ ലോകത്തുള്ള എല്ലാ സിനിമയിലും ഉണ്ട്. ജെയിംസ് ബോണ്ട് ഉണ്ടായെന്ന് വെച്ചാൽ എല്ലാവരും കുറ്റാന്വേഷണത്തിന് പോകത്തെന്ന് തന്നെ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോമൺ ക്യാരക്ടർ ജെയിംസ് ബോണ്ടാണ്. ജെയിംസ് ബോണ്ടിൻ്റെ കൂട്ടം ഞാൻ അയക്കാം, കുറ്റവാളികളെ പിടിച്ചേക്കാം എന്ന് വിചാരിച്ചാലും പോകത്തന്നെ. സിനിമയാണ് സ്വാധീനിക്കുന്നത്. അങ്ങനെ പല രീതിയിൽ കുത്തുന്നത്. ഇപ്പൊ പല സിനിമകളിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് കത്തി കുത്തി ഇറക്കി കൊടല് വലിച്ച് ലോക്കിട്ട് പുറത്തിറക്കുന്ന രീതികൾ, അങ്ങനെ ഓരോ രീതി. അതിനൊരു റിയൽ പശ്ചാത്തലം ഉണ്ടെന്നേ. ഇവിടെ ഒരു അറിയപ്പെടുന്ന റൗഡി ഗുണ്ട, CPMൻ്റെ ഏറ്റവും വലിയ ഗുണ്ട എന്ന് വേണമെങ്കിൽ പേര് പറയാം, തലശ്ശേരി അടുത്തുള്ള സ്ഥലത്താണ്. അയാളുടെ ആൾക്കാരെ കൊല്ലുന്ന സ്റ്റൈല് ഇന്നതാണ്. വയറ് കുത്തിക്കയറി കുടൽ പുറത്തെടുത്ത് ചുറ്റുവട്ടത്ത് നിന്ന് കുറേ മണ്ണും വാരിയിട്ട് കുടൽ, കാരണം ഒരിക്കലും രക്ഷപ്പെടരുത്, എന്നിട്ട് അടച്ചു പൂട്ടിയിട്ട് പോയത്. കൊല്ലുന്ന ആളുടെ പേരെനിക്കറിയാം, വീടറിയാം, എല്ലാം അറിയാം. അങ്ങനെ ആ കൊല്ലുന്ന സാഹചര്യത്തിൽ എൻ്റെ വേറൊരു വില്ലാളി വന്നു, പരസ്യമായിട്ട് പ്രസംഗിച്ചു. അവൻ്റെ വീടിൻ്റെ മുമ്പ് വെച്ച് പ്രസംഗിച്ചു, നിൻ്റെ അന്ത്യം ഇതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പോയി. ഒരാഴ്ചക്കുള്ളിൽ അങ്ങനെ തന്നെ അവനെയും കൊന്നു. ഇത് വാളെടുക്കുന്നവൻ വാളാനുള്ള തിയറി അവിടെ നമ്മളാരും അറിഞ്ഞില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. അതിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഈ ക്രിമിനൽ മൈൻഡിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ സ്നേഹത്തിൻ്റെ ഒരു തുരുത്ത് പറയാൻ ആരുമില്ല. സിനിമയില്ല, ആർട്ടില്ല, കോളേജ് രാഷ്ട്രീയമില്ല, അധ്യാപക സംഘടനകളില്ല. അവരും വാശി വെച്ച് മുദ്രാവാക്യം വിളിച്ചാണ് നടക്കുന്നത് അധ്യാപക സംഘടനകൾ. ഇപ്പോൾ ആരിൽ നിന്ന് കേരള സമൂഹത്തിനൊരു മോചനം ഉണ്ടാകും? മത നേതാക്കന്മാരെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? വെള്ളാപ്പള്ളിയിൽ നിന്നോ സുകുമാരൻ നായരിൽ നിന്നോ പ്രതീക്ഷിക്കാം? ഇന്നലെ യാക്കോബായ ഓർത്തഡോക്സ് പള്ളിയിലെ അച്ഛന്മാർ തമ്മിൽ ഇവിടെ പ്രവർത്തനെടുത്ത് അടി, നേരിട്ടടി, അൾത്താരെ വെച്ചടി. ഇവരൊക്കെ എങ്ങനെ മനുഷ്യർക്ക് സമാധാനം പറഞ്ഞു കൊടുക്കാൻ പറ്റും? അതിലേക്ക് എത്തുന്ന ഒരു രാഷ്ട്രീയം കൂടെ കൊണ്ടുവന്നാൽ മാത്രമേ ഇത് തീരുള്ളൂ. രാഷ്ട്രീയങ്ങളൊക്കെ തുടങ്ങേണ്ടത് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നായിരിക്കും. വീടുകളിൽ കിട്ടുന്ന ഒരു ബോണ്ട്, അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറയാം, ആ ബോണ്ടാണ് ബേസ്. അവിടുന്ന് വേണം വളരാൻ. ആ ബോണ്ടിൽ നിന്ന് മാത്രമേ ഇനി നമുക്ക് പുതിയൊരു സമൂഹത്തെ ഒന്നുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും പുതിയൊരു പാർട്ടി കൊണ്ടോ പുതിയ നേതാക്കന്മാരോ ആരും നമ്മളെ നന്നാക്കാൻ വരില്ല. നമ്മൾ ഇനി വരുന്നവരെങ്കിലും വീട്ടിൽ സംസാരിക്കാനായിട്ട്, ഇപ്പൊ സാർ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് സമയം ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ, ഊണുമേശയിലാണെങ്കിലും നമുക്ക് വേണം. എല്ലാവരും എല്ലാം ചിരിച്ചു കളിച്ച് വർത്താനം പറയാൻ, അവിടെ വഴക്കുണ്ടാക്കാനല്ല. അതെ.